അമ്മ രാവിലെ അടുത്ത അയ്യത്തേക്ക് പോയി മുരിങ്ങയില ഒടിക്കാനുള്ള പരിപാടിയിലാണ്. മുരിങ്ങയിന് താഴെ നിൽപ്പുണ്ടോ? ഓ, അതിൽ നിന്ന് ഒടിക്കാനാണോ? എത്താനാ പാട്. നോക്കാം. അതിൻ്റെ പക്ഷെ താഴെ നിൽക്കുന്ന എല്ലാം കുറച്ച് അത് പോട്ടെ, അതിൻ്റെ മേളിൽ നിന്ന് എടുക്കാം, അതിന് കുഴപ്പമില്ല. പഴുത്ത് നിൽക്കുന്ന മുരിങ്ങയില. അതെ, അതേലെ മൂത്ത് പഴുത്ത് പോയതാ. മനസ്സിലായി. ഇത് ഇവിടെ എന്തോ അമ്മ ഈ കുഴി എടുത്തിട്ടേക്കുന്നേ? വാഴ വെച്ചേക്കുക. വാഴയുടെ പക്ഷേ വാഴ നട്ടതാ, എന്നാലും കൊണ്ടുവന്ന വിത്തേ. അതിൻ്റെ കൂമ്പൊന്നും അല്ല, ഇതൊന്നും മുകളിൽ കാണാം. അതൊക്കെ വന്നോളും, കിളിച്ച് വരുമ്പോൾ വന്നോളും. അതാണ് പരിപാടി. ഇതെല്ലാം വാഴ നട്ടേക്കുന്നതാണ്. ഇതെല്ലാം കൂടെ തകർന്ന് ഇതെങ്ങനെ പറിക്കുന്നത്? അതെങ്ങനെ ഇളക്കിയത്? പൊഴിഞ്ഞു പോട്ടെ, അല്ലേ പഴുത്തത്. അത് ശരി. നമുക്ക് ബാക്കിയുള്ളതിൽ നിന്ന് എടുത്താൽ മതി. എല്ലപ്പോഴും എങ്ങനെ പറിക്കണ്ടേ? അടുത്ത് ഇങ്ങനെ എടുക്കുക. ഇത് എനിക്ക് എത്തുമേ. എത്തുമോ? ഏതാ എടുക്കണ്ടേ? ഇതൊന്നും ഇല്ല, അതിലൊന്നും എടുക്കാനില്ല. ഇതൊക്കെ എടുക്കാം. ഏതാ ഓടിക്കണ്ടേ? ഇത് ഫുള്ള് ഓടിക്കാനോ? അയാൾ മൊത്തം ഓടിക്കണ്ട, ഇങ്ങനെ. അവിടെ ഓടിക്കട്ടെ എന്നാ ചോദിച്ചത്. പിന്നെ മുകളിലുള്ള ഓടിക്കട്ടെ. ഇത് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുമല്ലേ? ഇത് വേണ്ട, ഇത് വേണ്ടേ? ഏതെല്ലാം പറിച്ചേരെ. ഇത് മതി. മതി ധാരാളം മതി. ഇത്രയും മതി. ഇവിടെ എല്ലാം കാട് കിടക്കുവാണോ? തോരനല്ല, കറി. മുരിങ്ങയിലക്കറിയായിരുന്നു. മുരിങ്ങയിലക്കറിയുടെ വൈഭവങ്ങളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ കാര്യം. പോവാം. വീഴാതിരുന്നാൽ മതി. അതിനിടയ്ക്കൂടെ തന്നെ പോകും. ഇവിടെ ചെറിയ തിട്ട പോലെ ഇരിക്കുകയല്ലേ. ചേന മുകളിൽ കൂടെ കയറുക. ഇത് മാവ് പൂത്തോ? ഇല്ലല്ലോ. കായ് വന്നു കഴിഞ്ഞ വർഷം. 10 കായ് കൂടുതലുണ്ടായിരുന്നു. ആണല്ലേ? മാങ്ങ കിട്ടിയോ അതോ പൂ മാത്രമേ? അല്ല, കായ് വന്നു, കായായിട്ട് കിട്ടി. ശരി. കൊച്ചുമാങ്ങ എന്ന് പറഞ്ഞാൽ നാട്ടുമാങ്ങയാണല്ലോ. അത് പക്ഷെ ഒട്ടുമാവാണോ അമ്മേ? അല്ല, മാങ്ങാണ്ടി വിഴിച്ചിട്ട് കിളിപ്പിച്ചതാ. ശരി. അപ്പം അത് വലിയ മരമാവുന്ന സാധനമാണ്. വലിയ മരമാകും, പക്ഷേ ഇത്രയും താഴെ നിന്ന് അത് കായ്ച്ചു. അപ്പം നേരെ നമ്മൾ ഇനി ഇച്ചിരി പണിയുണ്ട് ഇതിന്. ഇത് ഊരിയെടുക്കണ്ടേ? ഇത് ഊരിയെടുക്കുന്ന ജോലിയുണ്ട്. അമ്മ ഇങ്ങനെ കുലുക്കി അവിടെ ചെല്ലുമ്പോഴത്തേ പഴുത്തൊക്കെ അങ്ങ് പൊക്കോട്ടെ. ബാക്കിയുള്ളത് മതിയല്ലോ. ബാക്കി മതി. ഇതിനി കഴുകണോ? ഒന്ന് കഴുകിയേക്കാം. നമ്മൾ അയ്യത്തൊന്ന് പറിച്ചെടുത്തതല്ലയോ. ഇത്രയും വലിയ ഇല എങ്ങനെ? ഇങ്ങനൊന്ന് കഴുകാം. അതിൽ അഴുക്കൊന്നും ഇല്ല. ചിലന്തി വരെയൊന്നും ഇല്ല. എന്തായാലും ഇല്ലല്ലേ? ഇങ്ങനെ ഊരിയെടുക്കണം. ഊരിയെടുക്കാൻ അതൊരു കുറേ സമയത്തെ പണിയുണ്ടല്ലേ? അത് പെട്ടെന്ന് അങ്ങ് പറ്റിയത്. ഇങ്ങനെയൊക്കെ അങ്ങ് ചെയ്താൽ മതി. ഓരോന്നോരോന്നായിട്ട് എടുത്ത് അത് ചെയ്തേ പറ്റും. മുരിങ്ങയിലയുടെ ഏറ്റവും വലിയ ജോലി അതാ. അതായത് ഇത് എല്ലാം ഇങ്ങനെ ഇല സെപ്പറേറ്റ് ആക്കി മാറ്റിയാലേ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ചെയ്യേണ്ടേ. അല്ലാതെ ഇതോടുകൂടി ഇട്ടിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യണ്ടേ. അങ്ങനെ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. അങ്ങനെ സാധാരണ ചെയ്യുന്ന ഒരു രീതി അല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ടുമില്ല. ഇനിയും പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനെന്തായാലും ഇങ്ങനെ എടുത്താ ചെയ്യുന്നത്. ശരി. നമ്മൾ മുഴുവൻ എടുത്തില്ല അല്ലേ? മൊത്തം എടുത്തില്ല. മൊത്തം വേണ്ട. ഇങ്ങനെ ഊരി എടുക്കണം. വലിയ പണിയാ കേട്ടോ. ഇതൊരു പണിയാ. ചിലർ അരിഞ്ഞിടും. ഇങ്ങനെ ഊരി എന്നെടുത്ത് ഇങ്ങനെ പിച്ചാത്തി വെച്ച് അങ്ങ് അരിഞ്ഞിടും ചിലർ. ഞാൻ പക്ഷെ അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതെന്നാ എൻ്റെ തോന്നൽ. കണ്ടിട്ടുള്ളതും ഇങ്ങനെ വീട്ടിലൊക്കെ പണ്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് വരട്ടണം. പക്ഷെ അതിന് മുമ്പേ നമുക്ക് തേങ്ങ ശകലം ചേർക്കണം. അതൊന്ന് അരച്ച് വെക്കട്ടെ.
തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, തേങ്ങ, ഈ മൂന്നെണ്ണം മാത്രം. ജീരകം കൂടെ ചേർത്തുള്ള അരപ്പാണ് കറിക്ക്. ജീരകം ഇട്ടു അല്ലേ? ജീരകം ഇട്ടു, ഉള്ളി ഇട്ടു, ജീരകം, ഉള്ളി, തേങ്ങയും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് അരച്ചാൽ നല്ലപോലെ അരയണം. 2 ഉള്ളി മതിയോ അമ്മേ? അത്രയൊക്കെ മതി. ഇത് കടുക് വറുക്കാൻ വേണം. ശരി. പച്ചമുളക് 2-3 എണ്ണം ഇടും. ഇതിന് വലിയ എരിയുള്ളതല്ല, ഒരുപാട് എരി ഇതിന് വേണ്ട. ആദ്യം തന്നെ ഇടുക, എല്ലാം കൂടെ ഇട്ട് ചുമ്മാ നന്നായിട്ട് അരക്കണമല്ലോ. ഇത് കറിക്കാണല്ലോ, തോരൻ അരയ്ക്കുന്ന പോലെ പിടിച്ചാൽ പോരാ. അപ്പൊ അതുകൊണ്ട് ആദ്യം പച്ചമുളക് ഇടുന്നില്ലല്ലേ? ഇടാൻ ശകലം കഴിഞ്ഞിട്ടിടാം. ഒന്ന് കുറച്ച് അരഞ്ഞിട്ട്, നന്നായിട്ട് അരയണ്ടായോ എന്തായാലും. തൈര് എന്താ ഇപ്പം ചേർക്കുകയാണോ? ശകലം കുറച്ച് അരയാൻ. അത് ശരി. തൈര് ചേർത്ത് അരയ്ക്കുന്നത് ആദ്യം വെള്ളമയം വേണമല്ലോ. ഓക്കെ. ഇത്രയും കുഴഞ്ഞ് അരച്ചല്ലേ? അതായത് നന്നായി അരച്ചു. നന്നായി അരച്ചാലേ കോപ്പാൻ പറ്റും. അത് ശരി. അതിൽ പച്ചമുളക് കൂടി ഇട്ട്, പച്ചമുളക് അധികം അരഞ്ഞില്ല, അതായത് അരച്ചില്ല, പച്ചമുളക് ജസ്റ്റ് ഒടുവിലായിട്ടത്. അത് അങ്ങനെ മതി. അതുകൊണ്ട് പക്ഷെ ഇത് നല്ല പോലെ അരഞ്ഞു കിട്ടണം അല്ലേ? കറിക്കൊക്കെ നല്ല പോലെ അരയണം. ശരി. അപ്പം അരപ്പ് പൂർത്തിയായില്ലേ? അരപ്പ് പൂർത്തിയായി. അവിടെ ഇരിക്കട്ടെ. വറക്കുന്ന എടുക്കണ്ടായോ? ഇനി എന്താ പരിപാടി? നേരത്തെ പറഞ്ഞ നല്ലപോലെ മൂത്തെങ്കിലേ അത് നിറം ഇത് ഇലയല്ല അധികം ഇതാകരുതെന്ന് പറയും, പിന്നെ വറുത്തതുപോലെ ആകരുതെന്ന് പറയും. എങ്കിലും മുരിങ്ങയില അങ്ങനെ വറുത്താലേ അതിൻ്റെ സ്വാദ് വരത്തുള്ളൂ. അത് ശരി. മുരിങ്ങയില വറുത്തെടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. വറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി നന്നായിട്ട് മൂത്ത് വരണം. മറ്റേ ഈ ചീരയും അതൊക്കെ തോരൻ വെക്കുമ്പോഴാണ് അത്ര ഇതാകാത്തതാണ് നല്ലത്, അതിൻ്റെ ഗുണവും കിട്ടുന്നത് അതാ. പക്ഷേ ഈ മുരിങ്ങയില പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് വറക്കുന്നതല്ലേ? അങ്ങനൊരു പ്രോസസ് ഉണ്ട്. ഞാൻ വിചാരിച്ചത് ഇതിനകത്തിലിട്ടങ്ങ് വെന്ത് കിട്ടിയാൽ മതിയല്ലോ. അല്ലല്ല, അതിന് കൊള്ളില്ല, അത് വേറെ സ്വാദാണ്. അപ്പം പച്ചയ്ക്ക് അങ്ങനെ മുരിങ്ങയിലക്കൊരു ഇലയായതുകൊണ്ട് പക്ഷെ പെട്ടെന്ന് വറുത്ത് കിട്ടില്ലേ? കിട്ടും. രണ്ടാണ്ടോ ചെറുതായിട്ട് കരിയുന്ന പോലെയൊക്കെ. കരിയരുത്, കരിയാതെ കൊണ്ട് എടുക്കണം. അതിപ്പം അത് ശരി. ഇതിന്റെ മണമൊക്കെ വന്നു. ഇതിന് ഈ മുരിങ്ങയില ഇങ്ങോട്ട് ചേർന്ന് കിടക്കും, കെട്ടി കിടക്കും. അത് പിന്നെ കറി ഇതൊഴിക്കുമ്പോൾ അങ്ങ് ശരിയായിരിക്കും. കറിയിലാകുമ്പോൾ ശരിയായിക്കോളൂ. പിന്നെ വറവായോ? ഏതാണ്ട് വറവായി. ഇതിനും ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ, വറക്കുന്നതിൻ്റെ ആ ഒരു മണമാണ്. ഇല വറക്കുന്നതിന് ഇതിന് വലിയൊരു പണിയുള്ളത് ഇത് കേടാവാതെ, അതായത് കരിയാതെ എടുക്കണം എന്നുള്ളതല്ലേ? കരിയാതെ എടുക്കണം. മഞ്ഞപ്പൊടിയോ? ഇതെല്ലാം വഴണ്ട് കഴിഞ്ഞ ശേഷമാണ് ഇത് ഇടുന്നത് അല്ലേ? ഉപ്പ് ഇതിന് കുറച്ചേ ഇടാവൂ, പിന്നെ ഇടാവൂ. കാരണം ഇത് ഒരുപാട് മുളക് പൊടി ആയിരിക്കും ഇതല്ലേ? മുളക് പൊടി ശകലം. എരിവിന് ഞാൻ വേറെ ഇതുണ്ട്, എരിവിന് വേണ്ടി പച്ചമുളക്. ഇതൊരു കളറിന് വേണ്ടി. എന്തിനാ ഈ ചെറിയ ഉള്ളി ഇങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്നത്? കടുക് വറക്കണം. കടുക് വറക്കാറുണ്ട്. ഓക്കെ. അരപ്പ് ഇതിലേക്ക് ഒഴിക്കാൻ പോകാം. ഇതിലേക്ക് ഒഴിക്കുക.
നമ്മുടെ അരപ്പ് നേരെ ഇതിനകത്തിലേക്ക് ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടെ ചേർത്തല്ലേ? കറി ആയതുകൊണ്ട് വെള്ളം വേണമല്ലോ അല്ലേ? അതെ അതെ. ശരി. തേങ്ങ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണല്ലേ? പിന്നെ അതും കൂടെ കഴുകി ഒഴിക്കണം. അതായത് ഈ മിക്സിയുടെ ജാറും എല്ലാം കഴുകി ഒഴിക്കണം. എല്ലാം കഴുകി ഒഴിച്ചു. നേരത്തെ ഇനിയും എന്താ കട്ടത്തൈരാണോ? തൈര്. തൈര്. ഓ, തൈര് ഫുള്ള് ഉടക്കുകയാണോ? ഉടച്ച് വേണം ചേർക്കാൻ. നേരത്തെ നമ്മൾ അരപ്പിന് ഇച്ചിരി തൈര് എടുത്തായിരുന്നു. അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഫുള്ളൊഴിച്ചു. കേട്ടെ. അതും കഴുകി ഒഴിച്ചു. മൊത്തം കഴുകി ഒഴിച്ചു. ഒരു തുള്ളി പോലും ഒന്നും പുറത്ത് കളയില്ല എന്നുള്ളതാണ്. ഇനി ഇത് ഇങ്ങനെ തിളയ്ക്കണമേ? വേണ്ട തിളയ്ക്കണ്ട, ചൂടാവട്ടെ. ചൂടാകണം അല്ലേ? എന്നിട്ട് പിന്നെ കടുക് വറുത്താൽ മതി അല്ലേ? ഉപ്പ് നോക്കിയാണോ? ഇപ്പം എങ്ങനെയുണ്ട്? ശരം കൂടെ വേണം. ഇങ്ങനെ ചൂടാവണം. എന്തോ ഇങ്ങനെ ചൂടാക്കണം. അധികം തിളച്ചു പോകാതെ ഇങ്ങനെ ചൂടാക്കണം. ചൂടായല്ലേ? കണ്ടോ? വാങ്ങി ഇനിയിപ്പോൾ കടുക് വറുക്കും. വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കി. ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, ഇതങ്ങ് കടുക് ഇഞ്ഞെടുക്കുക. ഇനിയൊന്നുമില്ല, കടുക് വറുത്താൽ മതി. തൊട്ടപ്പുറത്ത് കടുവിനെ കാത്തിരിക്കുന്ന കറി, മുരിങ്ങയില കറി. ഒരുപക്ഷെ മുരിങ്ങയില ഏറ്റവും ഗുണസമ്പന്നമായ. കരിയേപ്പിലയുടെ ആവശ്യമില്ല, ഇത് മൊത്തം ഗുണമുള്ളത് കളയാത്തത്. ഇതൊന്നും കളഞ്ഞേക്കരുത്, ഇലയൊന്നും. അത് കളയില്ലല്ലോ, അതങ്ങോട്ട് ഇളക്കി ചോറിൻ്റെ കൂടെ കഴിക്കില്ല. ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടണമല്ലോ. അങ്ങനെ നമ്മുടെ മുരിങ്ങയില കറി സെറ്റ് അല്ലേ? ഓക്കെ, കുറച്ച് മാറ്റി വെക്കുക അല്ലേ? ഇങ്ങനെ. ഇതാണ് നമ്മുടെ മുരിങ്ങയില കറി.